ആയുർവേദത്തില് ആരോഗ്യത്തെ കുറിച്ചുള്ള നല്ല നിർവചനമുണ്ട്. ഏതാണ്? നിങ്ങൾ കേട്ടിട്ടില്ല? ആയുർവേദത്തിന്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് ആരോഗ്യം എന്നതിനെ കുറിച്ച്? എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? എന്താണ്? രോഗമില്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ട് നമുക്ക് വാതപിത്ത കഫങ്ങളാകുന്ന ദോഷങ്ങളും ഇതായിരിക്കണം, സമമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സപ്തധാതുക്കള് കൃത്യമായിരിക്കണം. അതിനെല്ലാം ഉപരി നമുക്ക് എന്തുണ്ടായിരിക്കണം? നമ്മുടെ പ്രസന്നമായ ഒരു മനസ്സുണ്ടായിരിക്കണം. നാഡീഞരമ്പുകൾ ശക്തവും ശുദ്ധവുമായിരിക്കണം. നമുക്കൊരു ഭാരമില്ലായ്മ ശരീരത്തിന് തോന്നണം. നമുക്കൊരു വെയിറ്റ് തോന്നരുത് ശരീരത്തിൽ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് പോയെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ. അതിന് ആയുർവേദത്തിൽ ഒരു ശ്ലോകം തന്നെയുണ്ട്: സമദോഷ സമാഗ്നിച്ച സമധാതു മലക്രിയാം പ്രസന്നാത്മേന്ദ്രിയമനാം സ്വസ്ഥ ഇത്യപീതീയത എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമഗ്രമായ സമ്പൂർണമായ ഒരു ആരോഗ്യമാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ എപ്പോഴും സ്വാസ്ഥ്യരായിരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ പാരമ്പര്യാധിഷ്ഠിതമായിട്ടുള്ള ഈ അറിവുകളൊക്കെ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി, പ്രസന്നമായ മനസ്സോടുകൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല കർമ്മത്തോടുകൂടി ആയിരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യനാവും. അങ്ങനെ മനുഷ്യനായി സദാ സർവദാ സൽക്കർമ്മങ്ങളിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തിലേക്ക് ഉയർച്ച കിട്ടും? ദേവനിലേക്ക് ഉയർച്ച കിട്ടും. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ മനുഷ്യനിൽ നിന്ന് അസുരനിലേക്ക്, അധമ കർമ്മങ്ങളിലൂടെ അസുരത്വത്തിലേക്ക് തല താഴ്ത്താം, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിലൂടെ ദൈവിക തലത്തിലേക്ക്. നമ്മളിൽ എല്ലാവരിലും അന്തസ്ഥിതമായിട്ടുള്ള ആത്മചൈതന്യത്തിന്റെ പ്രചുരിമ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ആരായിത്തീരും? നമ്മൾ ഓരോരുത്തരും ഈശ്വരനായിത്തീരും. അതാണ് ഈ സാധനാ മാർഗത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. യോഗ സാധനയിലൂടെ നമുക്ക് ആർജിക്കുവാൻ കഴിയുന്നത് സർവസ്വീകാര്യമായ ഒരു ഔന്നത്യമാണ്. എല്ലാവരിലും എവിടെ നോക്കിയാലും ഈശ്വര ചൈതന്യത്തെ ദർശിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? ആരോടും ഒരു വിദ്വേഷമോ പകയോ ഒന്നും തോന്നില്ല. കാരണം നമ്മെ തന്നെ മറ്റുള്ളവരിൽ ദർശിക്കുവാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് ഒരുവനെ ഉയർത്തുക എന്നതാണ് യോഗ സാധനയുടെ പരമമായ ലക്ഷ്യം. അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല വഴികാട്ടിയായി അല്ലെ നല്ല വെളിച്ചമുള്ളവരാക്കി അവരെ മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ഏത് മേഖലകളിലാണെങ്കിലും, യോഗയാണല്ലോ, എഞ്ചിനീയറിംഗ് ആണല്ലോ, അല്ലെങ്കിൽ മോള് ഡിഗ്രി കഴിഞ്ഞ് എന്തിനു പോകാനാണ്? ഏതായിരുന്നു ഡിഗ്രി? ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് എല്ലാ രോഗങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ആയുർവേദത്തെ വിളിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ വൈകല്യങ്ങളാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം. അപ്പം നമുക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ എന്തിനെയാണ് ശരിയാക്കേണ്ടത്? നമ്മുടെ ചെരിയകളെ വൈകല്യ വിമുക്തമാക്കണം, അല്ലെങ്കിൽ സാകല്യാത്മകമാക്കണം. നമ്മൾ ഈ യോഗ ക്ലാസ്സുകളിലൊക്കെ ഭാഷയുടെ ഒരു പ്രൗഢത്വം അനിവാര്യമാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? പ്രാചീന പദശൈലികൾ. കാരണം അതിനൊരു പ്രൗഢത്വമുണ്ട്. അതിൻ്റെ ആ പദങ്ങളുടെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന വൈകല്യയുടെ ഒരു ധനാത്മക ഊർജം എന്താണ്? നമ്മുടെ മുമ്പിലിരിക്കുന്നവർക്ക് നല്ലൊരു ആഹാരമായി തീരും. ഇപ്പൊ 6 കാര്യങ്ങളെ ഒന്നുകൂടെ അനുസന്ധാനം ചെയ്തു പോയാലോ? ഒന്നാമത്തേത് മര്യാദ മസൃണവും പ്രസന്ന മധുരിതവുമാവണം. ഇല്ലെങ്കിൽ പോയി. കൈവിട്ട കല്ലും പഴഞ്ചൊല്ലൊന്നും അറിയില്ലേ? വാവിട്ട വാക്കും കൈവിട്ട കല്ലും വാവിട്ട വാക്കും എന്തെടുക്കാൻ പറ്റില്ല. ഈ അമ്പ ചെയ്യുമ്പോൾ അമ്പിനെ തിരിച്ചെടുക്കാനുള്ള വിദ്യകളൊക്കെ അർജുനനൊക്കെ അറിയാമെന്ന് പറയുന്നു. എന്ന് പറയുന്ന പോലെ നമുക്കില്ല. അപ്പൊ നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് ഒരു കാരണവശാലും വേദന ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മനസ്സാ വാച കർമ്മണ ആരെയും നമ്മൾ ദ്രോഹിക്കരുത്. അപ്പൊ നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഒരു യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാള് ഒരു ഒരു പിഴവ് കാണിക്കുന്നത് മറ്റ് മേഖലകളിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റിനേക്കാൾ 100 ഇരട്ടി കുറ്റമർപ്പിക്കുന്ന ഒന്നാണെന്ന് ഉള്ള ഒരു
അവബോധം നമ്മളിൽ ഉണ്ടായിരുന്നു. വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്, അല്ലെ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ വളരെ അനുകരണീയമായ മാതൃകകളായി തീരണം നിങ്ങൾ. പറ്റുമോ? ശ്രമകരമാണ്. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സർവ സ്വീകാര്യമായ ഒരു എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയും. നമ്മൾ ഏത് മേഖലകളിലായാലും. സെന്റ് ജാൻസി ഒക്കെ അധ്യാപന വൃത്തിയിലായിരുന്നു, അദ്ദേഹം ഹിന്ദി മാഷായിരുന്നു. എങ്കിലും അദ്ദേഹം യോഗ മാർഗത്തിൽ ചലിക്കുന്നത് കൊണ്ട് ഹിന്ദി മാഷിന് ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യതയും അംഗീകാരവും ഒക്കെ എല്ലാ സ്ഥാപനങ്ങളിലും കിട്ടിയെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. അതെന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിൽ തന്നെയും നിങ്ങൾ നല്ലൊരു യോഗ സാധകരാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും, അല്ലെ നിങ്ങളുടെ കസ്റ്റമറിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ആദരവ്, സ്വീകാര്യത ലഭിക്കും. അതുകൊണ്ട് ഈ യോഗ സാധനയെ വളരെ ഹൃദയപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക. എവിടെയാ പറഞ്ഞ? ഒന്നാമത്തതല്ലേ പറഞ്ഞല്ലോ? അത് ക്ലിയർ ആയോ? മനസ്സിലായി? അടുത്തത് രണ്ടാമത്തത് ചിന്തോദീപകമാണ്. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തിരിച്ചു പറയണം, അല്ലെ പ്രജ്ഞയും ബോധത്തിൽ നിന്ന്. ചിന്തോദീപകമാണ്. കാരണം ഒരാളുടെ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ അവന്റെ ചിന്താമണ്ഡലങ്ങളെ ത്രസിപ്പിക്കുവാനായിട്ട് ഉതകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഭാഷണം. എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത ഒന്നുമില്ലാത്ത വെളിവില്ലാതെ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന വളവള നമ്മുടെ സംഭാഷണം ഒരു യോഗ സാധകന് എന്തല്ല? ഭൂഷണമല്ല. മറുപടി പറയണം. അല്ലെങ്കിൽ എന്തല്ല? ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. ആണോ? മനസ്സെവിടെയാ? ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉത്തരം പറയണം. ഉത്തരം പറയാത്തവരുടെയൊക്കെ മനസ്സ് ഇവിടെ ഇല്ല എന്നാണ് വൈപ്പ്, അല്ലേ? പക്ഷെ അപ്പൊ ആ സൂക്ഷ്മ സ്ഥൂല ശരീര താതാത്മ്യത്തിൽ അങ്കിതമാവണം നിങ്ങളുടെ ഓരോ കർമ്മമണ്ഡലങ്ങളും. പിടികിട്ടി? അത് വിപുലീകരിക്കണം. ഞാൻ ഇത് പറഞ്ഞിട്ട് പ്രകൃതി ജീവനത്തിലേക്ക് വരികയാണ്. നമ്മുടെ സമയം പരിമിതമാണ്. ക്ഷണമൊരോന്നു പോകവേ ക്ഷയിച്ചിടുന്നു ജീവിതം. ഗുണമസംഖ്യമാളുകൾക്കു ചെയ്തിടേണ്ടതുണ്ടിവൻ. അതുകൊണ്ട് എന്ത് വേണം? ഉണർവെന്നും എൻ പ്രവർത്തി സമയനിഷ്ഠയോടു ഞാൻ അണുവിടാതെ ചെയ്യുമാർ അനുഗ്രഹിക്ക ദൈവമേ. എത്ര 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 ചിന്തോദ്ദീപകമായ വരികളാണ് കവി നമുക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നിത്യജീവിതത്തിൽ മികവുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നിറമുണ്ടാകണമെങ്കിൽ, പ്രയസ് ഉണ്ടാകണമെങ്കിൽ, ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ദിനചര്യ നല്ല ദിനചര്യ ഉള്ള വ്യക്തികളായി മാറും. ദിനചര്യ എത്ര കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര ഉന്നതരുമായിക്കോട്ടെ, നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നിന്ദിതരാണ്. എത്ര വലിയ സ്ഥാനീയരുമായിക്കോട്ടെ. പക്ഷെ സമയനിഷ്ഠ, കാരണം ഇന്നലകളെ ഇന്നിലേക്കോ ഇന്നിനെ നാളെയിലേക്കോ പരിണമിപ്പിക്കുവാൻ നമുക്ക് ആർക്കും ആവില്ല. അതാണ് സമയത്തിന്റെ മുന്നിൽ. യോഗ സാധകരെ സംബന്ധിച്ചിടത്തോളം രാമമുഹൂർത്തത്തിൽ ഞാൻ സമയത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അതൊക്കെ ഇവരൊക്കെ പറഞ്ഞു തരും. സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമാകേണ്ടത്. കാരണം നമുക്ക് നഷ്ടപ്പെട്ട അതിനെ പ്രാപിക്കാൻ കഴിയാത്തത് ഒന്ന് മാത്രമാണ് സമയം. ഞാനൊരു ആതുരാലയത്തിൽ സേവനം ചെയ്ത വ്യക്തി ആയതുകൊണ്ട് എനിക്ക് സമയത്തിന്റെ പ്രാധാന്യത്തെ ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ കായിക മേഖലകളിൽ സേവനം ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൽ വ്യാപരിക്കുന്നവർക്ക് സമയത്തെ കുറിച്ച് അറിയാം. അല്ലാത്തവർക്കൊന്നും സമയത്തെക്കുറിച്ചുള്ള അവബോധാത്മകത സാധാരണ ജീവിതത്തിൽ ഉണ്ടാവുന്നു. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിലാണെങ്കിൽ പഠനവും ജീവിതവും ഒക്കെ ആനന്ദകരവും ശാന്തിപൂർണ്ണവും. അതിന് സമയം ശരിയാവണ്ണം വിനിയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ചിന്തോദൈവമാണ്. നെക്സ്റ്റ് ശാന്തമാണ്. മൂന്നാമത്തേത് ഇച്ചിരി പ്രയാസമുള്ളതാണ്, പെട്ടെന്ന് മനസ്സിലിരിക്കാവുന്നതല്ല. അനുദ്വേഗകരമാണ്. കേട്ടിട്ടുണ്ടോ? അർത്ഥം അറിയാവോ? ഇല്ല. ഇങ്ങനെയുള്ള പദങ്ങളൊന്നും യോഗമാർഗത്തിൽ ഇല്ല. അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ലെ അറിയാം. ആ വളരെ നേർപാതയിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കുക. ആംഗ്യ ഭാഷയൊന്നും ഇതിലില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൈ പൊക്കാൻ പറഞ്ഞ ഒരു യോഗ പഠിച്ച ഒരാൾ ഇങ്ങനെ കൈ പൊക്കി കരണപ്പറ്റിയിട്ട് അടികൊടുക്കും. നല്ല പഴയ അധ്യാപകരാണ്. കൈ പൊക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്. കൈ പൊക്കുന്നതിന് കൈ പൊങ്ങിത്തന്നെ ആയിരിക്കും. നല്ല ഇങ്ങനെ വേണേ അറിയാം, വേണ്ട എന്നുള്ള ശങ്കാരഹിതമായിട്ട് ഉത്തരങ്ങൾ പറയണം. നല്ല എന്താണ് ഊർജസ്വലരായിരിക്കും, അല്ലേ? അപ്പം
ഈ ഇനിയിപ്പോ നാളെ മുതൽ എന്താ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളൊരു ഒരു പുതിയ കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് വേണം നിങ്ങളുടെ വീട്ടിൽ. നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. എങ്ങനെ ഇത്രയും മാറ്റം വരും ഒരു മാസം കൊണ്ട്? നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ ദിനചര്യകളില്, നമ്മുടെ കർമ്മങ്ങളില്, നമ്മുടെ സംഭാഷണങ്ങളില്, നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലെല്ലാം പുഷ്ടിമെ ആർജിച്ച് വേണം നാം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലേണ്ടത്. അവരെ കൊണ്ട്, അച്ഛനമ്മമാരെ കൊണ്ട്, കുട്ടികളെ കൊണ്ട്, എൻ്റെ അമ്മയിൽ അല്ലെ എൻ്റെ അച്ഛനില്, എൻ്റെ അധ്യാപകനില് ഇത്രമാത്രം സമഗ്രമായ ഒരു മാറ്റം നിർദർശിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിനന്ദനം നിങ്ങൾ അർഹിക്കുന്നതാണ്. അത് നിങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങളിലേക്ക് ആ അംഗീകാരത്തെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഓരോന്നും കുറ്റമറ്റതായ രീതിയിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങളെല്ലാം പോകുന്നത്. അടുത്തത് എവിടെയാണ്? മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് അനുദ്വേഗകരമാവണം. എന്താണ് എൻ്റെ അർത്ഥം? ഇന്ന് രോഗങ്ങൾ വരുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഉദ്വേഗമാണ്. ആയുർവേദ പഠനമനുസരിച്ച് ഉദ്വേഗകരമായ നിമിഷങ്ങളാണ് നമ്മളിൽ ഈ രോഗപ്രതിരോധ ശേഷിയെ തമസ്കരിക്കുന്നത്, അല്ലെ മന്ദീഭവിപ്പിക്കുന്നതെന്നാണ്. എന്താണ് ഈ ഉദ്വേഗവും അനുദ്വേഗവും? അറിയാവോ? അറിയില്ല? ആർഷിനറിയാവോ? ഉദ്വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അന്തസംഘർഷം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. കാരണം നമ്മള് ഉദ്വേഗത്തിന്റെ ശരിക്കുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോടീശ്വരൻ എന്ന് പറഞ്ഞ പരിപാടി കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി പണ്ട് TV-യിൽ അവതരിപ്പിച്ചിരുന്ന ചോദ്യോത്തര പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കുമാകാൻ കോടീശ്വരൻ. അതിലേക്ക് നമ്മളൊരു മത്സരാർത്ഥിയായിട്ട് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, മണിക്കുട്ടി ഏതാണ്ട് ഓടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് വല്ലാത്തൊരു ആകാംക്ഷയും ജിജ്ഞാസയും വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരിയായിട്ടുള്ള മൊത്തം നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആ രീതിയിലാണ് ഈ ചോദ്യ ദാതാവ് എന്ത് ചെയ്യുന്നത്, അവരോട് പറയുന്നത്. നമ്മൾ ശരിയായ ഉത്തരം പറഞ്ഞാലും പെട്ടെന്ന് അത് തെറ്റായി പോകത്തക്ക രീതി. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, കാണാത്തവരുണ്ടോ അറിയാം? അപ്പൊ നമ്മളാണ് ആ കണ്ടസ്റ്റന്റ് ആയിട്ട് പോയിരിക്കുന്നതെങ്കിൽ നമുക്ക് കാഴ്ചക്കാരൊക്കെ പോലും നമുക്ക് ആ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയ്ക്കാണ് ഈ ഉദ്വേഗം എന്ന് പറയുന്നത്. ഈ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ജയമോ തോൽവിയോ ഒക്കെ. ഇപ്പൊ ഒരാളുടെ ഒരു മത്സരം നടക്കുകയാണ്, അപ്പൊ അത് ജയിക്കുവോ തോക്കുവോ എന്നുള്ള പോലെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നു, അല്ലേ? മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ താറുമാറാകുന്ന ഒരു ഇതാണ്. ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പരമ്പരകളിലൂടെ നമുക്ക് നിത്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരമ്പര കാണുന്നതാണെന്ന് വിചാരിക്കുകയാണ്. അല്ല, കാണുന്നവരാണോ? കണ്ടിട്ടുണ്ടോ? പരമ്പര മീൻസ് സീരിയൽ, TV സീരിയൽ. അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് നാളെ എന്താകും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഓരോ രാത്രിയിലും നമ്മൾ കിടക്കുന്നത്. ജിജ്ഞാസ അതില് നാളെ ആ നായകന് എന്ത് സംഭവിക്കും, അല്ലെ നാളെ വില്ലൻ അവനെ കൊല്ലുവോ, ഇങ്ങനെയുള്ള ഋണാത്മകമായ ഉദ്വേഗകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ടാണ് പഴയ കാലത്തേക്കാൾ ഇന്ന് കൂടുതൽ രോഗം ഉണ്ടാകുന്നതിൽ ഒരു കാരണം. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കുകയാണെങ്കിൽ രാത്രി പഠിക്കേണ്ട വിഷയം ഏതാ? പഠിപ്പിക്കുന്നവരും പഠിച്ചവരൊന്നും അല്ലേ? ഏത് കാര്യമാണെങ്കിലും പഠിക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് സമാപ്തമാക്കാൻ പറ്റിയ വിഷയമായിരിക്കണം പഠിക്കുക. അതിൽ ഏറ്റവും ഉപകരിക്കുന്നത് ഗണിതമാണ്, കണക്ക്. നമ്മൾ കിടക്കാൻ നിദ്രയെ കൊള്ളുവാനായിട്ട് പോകുന്നതിന് മുമ്പ് പഠിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് കണക്കാണ്. കണക്ക് പഠിച്ചാൽ അത് നമുക്ക് കണക്ക് ക്ലോസ് ചെയ്ത് പൂർത്തിയാക്കിയിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. അപ്പൊ അവിടെ ആ ചാപ്റ്റർ എന്തായി? ക്ലോസ്ഡ് ആയി. ഒരു സിനിമയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി കാണുമ്പോൾ അതിന്റെ അവസാനം എന്താ എഴുതി കാണും? ശുഭം. നമ്മുടെ എല്ലാത്തിന്റെ എന്തിന്റെ അവസാനം എന്തായിരിക്കണം? ശുഭ പര്യവസായകമാവണം. അതിന് നമുക്ക് എന്തുണ്ടാവണം? എന്താണ് ശുഭമെന്നും എന്താണ് അശുഭമെന്നുമുള്ള തിരിച്ചറിവുണ്ടാവണം. ജീവിതത്തിൽ അറിവുണ്ട്. നിങ്ങളെല്ലാം പല മേഖലകളിൽ, വ്യത്യസ്തമായ മേഖലകളിലൂടെയൊക്കെ അറിവ് സമ്പാദിച്ച് എത്തിയിട്ടുള്ളവരാണ്. പക്ഷെ പലപ്പോഴും ഈ അറിവുകൾ പരിമിതമാകുന്നു. തിരിച്ചറിവുകളുടെ അഭാവം മൂലമാണ് അറിവുകൾ പരിമിതമാകുന്നത്. മനസ്സിലായി? അപ്പം അറിവിൽ നിന്നും തിരിച്ചറിവിലേക്ക് ഉയരണം. ഇപ്പൊ മൂന്നാമത്തേത് പറഞ്ഞത് പിടി കിട്ടിയോ?
ഉദ്വേഗം ഇല്ലാതെ വേണം നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുവാനായിട്ട്. നമ്മൾ ഒരാളില് ഒരു 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 വ്യക്തത ഉത്തരം അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെ അവരില് ഉദ്വേഗത്തെ ജനിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു കർമ്മങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടെ കിട്ടിയോ? ഇതൊക്കെ വളരെ വൈപുല്യമാകുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആ ഉദ്വേഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ക്ലിയർ കട്ടായിരിക്കും. ഒരാളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. മനസ്സിലായി? അവർക്കൊരു കൺഫ്യൂഷൻ വരത്തക്ക രീതിയിൽ നമ്മുടെ ഭാഷണങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 3 ഇനി അടുത്തത് 4 സത്യം. സത്യം, വധ, ധർമ്മം, ചര എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ട്? സത്യം എന്ന് പറയുന്നത് എന്തിന്റെ ഒരു പര്യായമാണ്? ഈശ്വരന്റെ ഏറ്റവും നല്ല പര്യായം എന്ന് പറയുന്നത് ഏതാണ്? ഗോഡ് ഈസ് ട്രൂത്ത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പര്യായം ദൈവം പ്രകാശമാണ്, പ്രകാശ സ്വരൂപനാണ്. അതുകൊണ്ടാണ് ഭാരതം എന്ന വാക്ക് പോലും ഉണ്ടായത്. പ്രകാശം എന്തിന്റെ പ്രതീകമാണ്? അറിവിന്റെ പ്രതീകമാണ്. അറിവ് ആരാണ്? ഈശ്വരൻ. ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ അനുസന്ധാനം ചെയ്യുന്ന എൻ്റെ മതം, എൻ്റെ ചിന്ത എന്ന് പറയുന്നത് പ്രകാശ സ്വരൂപനായ ഈശ്വരനാണ്. അപ്പൊ അറിവാണ്. അറിവുള്ളവരെ ഈശ്വരനായിട്ട് കാണും. അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി. അപ്പൊ അറിവാണ്. ആ അറിവ് പ്രകാശം, അറിവിന്റെ പര്യായമാണ്. ആ പ്രകാശം തന്നെ ഈശ്വരന്റെ സ്വരൂപമാണ് എന്നിരിക്കെ ഈശ്വരന്റെ മറ്റൊരു സ്വരൂപമായിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒന്നാണ് സത്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എന്ത് നഷ്ടമായാലും സത്യത്തെ കൈവിടാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് വിചാരിച്ചാലും എന്തൊക്കെ കിട്ടിയാലും സത്യത്തെ കളഞ്ഞുകൊണ്ട് ആ നേട്ടങ്ങളൊന്നും നമുക്ക് ശാശ്വതമല്ല എന്നറിയുക. ഇപ്പൊ നമ്മുടെ യമപഞ്ചകത്തിലും നിയമപഞ്ചകത്തിലും ഒക്കെ ഇത് വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്, അല്ലേ? നിയമങ്ങൾ പഠിച്ചില്ലേ? അതിൻ്റെ അകത്തൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ വൈപുല്യമാകുന്ന രീതിയിൽ. അപ്പൊ ഇവിടെയും നമ്മൾ ഈ സംഭാഷണത്തിലും എന്ത് പാലിക്കണം? സത്യം പാലിക്കണം. സത്യം താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി ചിലപ്പോൾ ഭംഗ്യം തരേണ്ടത് നമ്മൾ അന്നേരം ക്ലാസ് എടുക്കുമ്പോൾ ശാലോ അതിശയോക്തിയൊക്കെ കലർന്ന് ചിലപ്പം സത്യമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഒരു പൊലിമ കിട്ടാൻ വേണ്ടി. പക്ഷേ അതുപോലും ശരിയല്ല എന്നാണ് നമ്മുടെ സംഭാഷണത്തിൽ അനശ്യൂതമായി പുലർത്തേണ്ട ഒരു കാര്യമാണ് എന്ത്? സത്യം പറയുക. അടുത്തത് 5 വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രിയമാവണം. നമ്മളെല്ലാവരും ഇപ്പം വീട്ടിലെ കുഞ്ഞുങ്ങളോടാണ് സംസാരിക്കുന്നതെങ്കിലും, കുട്ടികളോടാണ് സംസാരിക്കുന്നതെങ്കിലും, അച്ഛനമ്മമാരോടാണ് സംസാരിക്കുന്നതെങ്കിലും, ബന്ധുമിത്രാദികളോടാണ് അല്ലെ പൊതുജനങ്ങളോടാണ് സംസാരിക്കുന്നതെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? പ്രിയപ്പെട്ട വാക്കുകൾ കേൾക്കാൻ. അപ്പൊ നമ്മുടെ വായിൽ നിന്ന്, നാക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വാക്കും പ്രിയതരമാണ്. എല്ലാവർക്കും കേൾവിയിൽ ഒരു ആസ്വാദനത്തെ ഉണ്ടാകണം. അത് അവരുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുവാൻ പര്യാപ്തമായ പ്രിയപ്പെട്ട വാക്കുകൾ. അങ്ങനെ എല്ലാവരും അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം പറയുന്നതും അങ്ങനെയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ സുഖിപ്പിച്ച് പറയുക, എല്ലാവരും സുഖിപ്പിച്ച് പറയും. പക്ഷേ ഇത് ആവശ്യമാണ് എന്നതുപോലെ തന്നെ ഈ 6ാമത്തെ കാര്യമാണ് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു അറിവ് എന്ന് പറയുന്നത് ഹിതമാവണം. പ്രിയവും ഹിതവും തിരിച്ചറിഞ്ഞാൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. എന്താണ് ഹിതം? ഹിതം എന്താ? ആവശ്യമുള്ളതെല്ലാം ഏതാണ്ടൊക്കെ അടുത്ത് വരുന്നേ. പ്രിയവും ഹിതവും തമ്മിൽ തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുഴിയിൽ ചാടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ തിരിച്ചറിവിന്റെ ഒരു ഇതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പണ്ടൊക്കെ ഉള്ളവർ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരൊക്കെ പറയും ദൃഷ്ടാന്ത ദ്രാഷ്ടാന്ത ന്യായം എന്നൊക്കെയാണ്. പറഞ്ഞാൽ ദൃഷ്ടാന്തം